ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പം ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. ഇന്ന് നമ്മൾ കുറച്ച് അമ്പലത്തിലും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ സമയം 7 മണി ആയതേലും നമ്മൾ പുറത്തേക്ക് പോകുന്നു. പറശ്ശിനി പോകാനുണ്ട്, പിന്നെ എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് പോകണം, പിന്നെ എൻ്റെ തറവാട്ടിൽ പോകണം, പിന്നെ വിഷുവിൻ്റെ കുറച്ച് വിഷു പ്രിപ്പറേഷൻസും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ചിരിക്കാത്തേക്കിന് ഹായ് പറഞ്ഞോ. ഹായ് പറയാമോ ഇങ്ങനെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. രാവിലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നമ്മളെത്തുന്ന സമയത്ത് അധികം തിരക്കുണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ തൊഴുത് പുറത്തേക്ക് വരുമ്പോൾ നല്ല തിരക്കായിരുന്നു. വിഷുവിൻ്റെ തലേന്നായിട്ട് പോലും എനിക്ക് തോന്നുന്നു എല്ലാവരും ലീവില്ലതും പിന്നെ വെക്കേഷൻ സമയവും എല്ലാം കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരിച്ചു വരുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ അധികവും പോകുന്ന അമ്പലമാണ് നമ്മൾ പറശ്ശിനിക്കടവ്. അത് കണ്ണൂരിലുള്ള ആൾക്കാർക്ക് പ്രത്യേകം മനസ്സിലാവുമായിരിക്കും. നമ്മൾ ഏത് ദൂരേന്ന് വന്നാലും അല്ലെങ്കിൽ അടുത്ത് ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന അത്ര ദൂരമൊന്നുമല്ല, എന്നാലും ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ മുംബൈയിൽ നിന്നോ അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വന്നാലും ആൾക്കാർ എന്തായാലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനിക്കടവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ദുബായിലുള്ള സമയത്ത് അച്ഛനില്ല ഏതൊക്കെ സമയത്ത് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ഫാമിലിയായി പോകുന്ന ഒരു സ്ഥലമാണ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് മാത്രമല്ല, എൻ്റെ ഒരു കസിനുണ്ട് ഗോപിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് +1 +2 അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നൊരു പ്രായം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം പറശ്ശിനിക്കടവാണ്. നമുക്കിങ്ങനെ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് തോന്നും, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ ചിലപ്പം വീട്ടിൽ നിന്ന് വിടില്ല. അപ്പം നമ്മൾ അധികം പറയുന്ന സ്ഥലമാണ് നമ്മൾ പറശ്ശിനിക്കടവ് പോയിട്ട് വരാം. അപ്പോൾ രാവിലെ തന്നെ ബസ്സിന് കയറിപ്പോയി ഒന്ന് തൊഴുത് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും. അതുകൊണ്ട് തന്നെ പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് മുത്തപ്പനും എന്തോ ഒരു വിശ്വാസം, കുറച്ച് റിലീജിയസ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചും കൂടി വിശ്വാസമുള്ളൊരു അമ്പലം തന്നെയാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. വിഷുവിൻ്റെ തലേന്ന് അത്യാവശ്യം തിരക്കുണ്ടാവുമെന്ന് നമ്മൾ ഊഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും പിന്നെ ഒരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റാതിരിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അന്ന് തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ആ റൂട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അന്ന് രാവിലെ ഏതായാലും അമ്പലത്തിലും കൂടി പോയിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അമ്പലത്തിൻ്റെ പുറത്ത് ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് അതിനൊന്നും നിന്നില്ല. മുന്നേ പോയ സമയത്തൊക്കെ അങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തോ 50 റുപ്പീസിനൊക്കെ അവിടെ ബോട്ടിംഗ് ഉണ്ട്. 20 മിനിറ്റ്സ് ബോട്ടിംഗ് സർവീസും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷം മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. മുന്നേ എന്ന് പറഞ്ഞാൽ അധികം തിരക്കില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഈ ഒരു ഹാളിൽ തന്നെ ഒരു സൈഡിൽ സ്ത്രീകളും മറ്റൊരു സൈഡിൽ പുരുഷന്മാരാണ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കില്ലോണ്ട് താഴത്തെ ഫ്ലോറിൽ സ്ത്രീകളും അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ പുരുഷന്മാരതും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് നമുക്കിങ്ങനെ ഇലയിൽ ആ പ്രസാദം തരും. പിന്നെ അവിടുന്ന് ഒരു ചായയും കിട്ടും. ചായ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലത്തെ ഭയങ്കരമായ കട്ടിയില്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ ഒന്നും ആയിരിക്കില്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ചായ ആയിരിക്കും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് കുടിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും അല്ലറച്ചില്ലറ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. എന്തായാലും മുത്തപ്പൻ്റെ അടുത്ത് വന്നാൽ പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുത്തപ്പൻ്റെ ഫോട്ടോ ഉള്ള മോതിരമൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഇപ്പം അതിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടില്ല ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. ഇപ്പം അടുത്ത് നല്ല കുറച്ചധികം നാളായി. നമ്മൾ ഏത് സമയവും ഇതുപോലെ പറശ്ശിനിക്കടവ് പോകുമ്പോൾ രാവിലെ പോകുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ഉടനെ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. അവിടെ പോയിട്ട് ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ സാധനങ്ങൾ പറഞ്ഞു. അച്ഛൻ മസാല ദോശ പറഞ്ഞു, അമ്മയും ഉണ്ണിയും പൂരിയും ബാജി അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഗീ റോസ്റ്റും പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീണ്ടും നേരെ പോകുന്നത് എൻ്റെ തറവാട്ടിലേക്കാണ്. അത് കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ അത്രയില്ല, അവിടുന്ന് പുതിയ തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്പലം വരുന്നത്. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കസിൻസും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആൻറ്റിയും ആൻറ്റീൻ്റെ മോൻ, അമ്മായിൻ്റെ മോനും മോളും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് അവിടെ ഉത്സവം അവിടെ തെയ്യം നടക്കുന്നുണ്ട്.
പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വിഷു സംക്രമായെന്ന് അവിടെ എന്തോ ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറെ പരിപാടി ഇല്ലതുകൊണ്ട് നമ്മൾ രാവിലെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ ബാക്കി കസിൻസും എല്ലാവരും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒന്നിച്ചാണ് അമ്പലത്തിലേക്ക് പോയത്. കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് അമ്മമ്മേനെ കാണാൻ വേണ്ടി പോയി. അതായത് അമ്മേൻ്റെ വീട് വരുന്നത് കീച്ചേരിയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരുന്ന് നേരെ പോയത് മാമൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ മാമൻ്റെ മോളും അമ്മായിയൊക്കെ കൂടി കാര്യമായി ലൈം ജ്യൂസും പിന്നെ തലേന്ന് അവരുണ്ടാക്കിയ അടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്ന തിരക്കിലായിരുന്നു. മാമൻ്റെ വീടും അതുപോലെ എൻ്റെ ആൻറ്റീൻ്റെ വീടും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 2 സ്ഥലത്തും കയറി കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയത്. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ ഇങ്ങനെ സംസാരിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടുന്ന് സംസാരിച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ചിങ്ങനെ കൺസേൺഡ് ആയിരുന്നു. പിന്നെ കസിൻസൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും അതുപോലെ തന്നെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടുന്ന് നാരങ്ങ വെള്ളവും അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ മെല്ലെയാണ് അവിടുന്ന് പോയത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് പിന്നെ വേറൊരു കസിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ പോയപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. പെട്ടെന്ന് നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ഇവർ കാര്യമായി അഭിനയിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ആൻറ്റീൻ്റെ വീടും വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്കും പോയി. അവിടെയും അച്ഛനും അമ്മയൊക്കെ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് 2 വീട്ടിലും കയറി സമയമെടുത്ത് എല്ലാവരോടും സംസാരിച്ച് ആണ് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയത്. എൻ്റെ കസിൻ രോഹിത്തിൻ്റെ അതിഗംഭീരമായ അഭിനയമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ അമ്മാമ്മേൻ്റെ അടുത്തൊക്കെ ബായിയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മാമ്മയാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അയ്യോ എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ വേറൊരു കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ വരുന്ന വഴിക്ക് ഫുഡും പാർസൽ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത പണിയിലേക്ക് ഇറങ്ങുകയാണ്. നാളെ വിഷു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണി വെക്കാൻ വേണ്ടി ആവശ്യമുണ്ടല്ലോ, മാങ്ങ ചക്ക തേങ്ങ എന്നൊക്കെ പറയുന്നത് പോലെ. അതുകൊണ്ട് അമ്മയും കണ്ണനും നേരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറിക്കാനും എടുത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതാണ് ഗൈസ് നമ്മൾ നോക്കി നിൽക്കുന്ന മാങ്ങ. അത് പറിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അമ്മയും കണ്ണനും കൂടി ഇതൊക്കെ പറിക്കുന്ന സമയം ഞാൻ അവരെ മൊത്തം കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പണി അത് മാത്രമല്ല കേട്ടോ എൻ്റെ പണി. ഞാൻ നാളെ വിഷുവിന് വേണ്ടിയിട്ട് പുളി ഇഞ്ചിയും കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വിഷു ആക്ച്വലി നമ്മൾ വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മളെ കസിൻസ് നമ്മൾ അങ്ങോട്ടേക്ക് 2-3 ദിവസമായി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു വിഷുവിന് എന്തായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷു നമ്മളെ കസിൻ്റെ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ അത് നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ ഞാൻ വേഗം പറഞ്ഞു ലൈക്ക് വിഷു ആകുമ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പുളിയിഞ്ചി ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ പുളിയിഞ്ചിയും അതിൻ്റെ സൈഡാക്കി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. ആ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ ടെറസിൻ്റെ ലൈക്ക് ആ ഷീറ്റിൻ്റെ അതിലേക്ക് കൂടി കയറാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അത്ര അതിക്രമം കാണിക്കണ്ട. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ കൊക്കേനെ കൊണ്ട് നമ്മൾ ഈ സാധനത്തിന് മാങ്ങ പറിക്കാൻ തോട്ടിന്നൊക്കെ ചില സ്ഥലത്ത് പറയും തോന്നുന്നു, നമ്മൾ കൊക്കാന്നാണ് പറയാം. അപ്പോൾ കൊക്കേനെ കൊണ്ട് തന്നെ മാങ്ങ പറിച്ചു. ഞാൻ വീണ്ടും തിരിച്ചു വന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന പണിയിലായിരുന്നു. അങ്ങനെ അമ്മയും കണ്ണനും പരിശ്രമിച്ച് പറിച്ച മാങ്ങയാണ് ഈ കാണുന്നത്. പിന്നെ അമ്മ എങ്ങോട്ട് പോയാലും വയ്യത്തന്നെ പോകുന്ന ഒരാളാണ് റൂബി അമ്മേനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ നടക്കുക. അമ്മ പുറത്തേക്ക് വന്നാൽ റൂബി പുറത്തേക്ക് വരും. അമ്മ അകത്താണെങ്കിലും റൂബി തിരിച്ചതുപോലെ അകത്തേക്കും പോവും. അങ്ങനെ മാങ്ങ പറിച്ചതിന് ശേഷം പിന്നെ നേരെ പോയത് ചക്ക പറിക്കാനാണ്. ചക്ക പറിക്കാൻ പല സാഹസങ്ങളും നടത്തി. ലാസ്റ്റ് ആ കൊക്കയിൽ കുരുക്കിയ ആ കത്തി പോലത്തെ സാധനം ചക്കയിൽ തറച്ചു നിന്നു.
എത്ര ശ്രമിച്ചിട്ടും ആ സാധനം കിട്ടുന്നുണ്ടായിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ട് ഞാനും അമ്മയും കണ്ണനും മൊത്തത്തിലൊരു കോമഡി ആയിരുന്നു അവിടെ ഇത് പറിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പിന്നെ അമ്മ പറഞ്ഞു കൊക്കെ ഒഴിവാക്കാം, അത് ഓൾറെഡി അതിൽ കുടുങ്ങിപ്പോയി, ഇനി എന്തായാലും അത് എത്തുന്നില്ല. പിന്നെ കണ്ണൻ തന്നെ മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ണ് കുറച്ച് എത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചക്കേനെ ഇങ്ങനെ തിരിച്ച് എങ്ങനെയൊക്കെയോ അതിനെ താഴെ ഇട്ട് കുറച്ചധികം സമയം നമ്മൾ ചക്ക പറിക്കാൻ വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഷുവൊക്കെ ആകുമ്പോൾ ഇതൊക്കെയാണല്ലോ രസം. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ പറിച്ച് റെഡിയായി എല്ലാവരും പോയി കുളിച്ച് വന്നതിനൊക്കെ ശേഷം നമ്മൾ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പടക്കം പൊട്ടിക്കലാണ്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ തലേന്ന് പടക്കം പൊട്ടിക്കാതെ എന്ത് വിഷു അല്ലേ. നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ റൂബിയും അമ്മയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ബീൻസ് കഴിച്ചുകൊണ്ടിരിക്കുക. റൂബിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മളെ ബീൻസ് ഇല്ലേ, അതിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളത്. അപ്പം അമ്മ അതിൻ്റെ ഒരു സ്നാക്ക് പോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് അമ്മയും റൂബിയും ഇതിങ്ങനെ നമ്മൾ സിനിമയൊക്കെ കാണുന്ന പോലെ എൻജോയ് ചെയ്യുമായിരുന്നു ബീൻസ് കഴിച്ചുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനെ അധികം നമ്മൾ പൊട്ടുന്ന സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കാരണം എനിക്കും അങ്ങനെ അധികം പൊട്ടുന്ന സാധനത്തിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ കമ്പിത്തിരിയും പൂക്കുറ്റിയും അങ്ങനത്തെ സാധനത്തിനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ പടക്കം പൊട്ടുന്നതിൻ്റെ ഒച്ച കാരണം ഞാൻ പറയുന്നതൊന്നും അത്ര ക്ലിയറായി കേൾക്കുന്നില്ല. പിന്നെ ആ പരിപാടി ഞാനങ്ങ് ഉപേക്ഷിച്ച് ഞങ്ങൾ 3 പേരും കണ്ണനും ഉണ്ണിയും ഞാനും കൂടി പലതരം സാധനങ്ങൾ ഈ പറയുന്നത് പോലെ കത്തിക്കുന്ന തിരക്കിലായി നമ്മൾ ശ്രദ്ധയൊക്കെ. ഞാൻ ആ സൈഡിൽ വീഡിയോ അങ്ങ് ഓൺ ചെയ്ത് വെച്ചത് എനിക്കങ്ങ് ഓർമ്മയേ ഇല്ല. പിന്നെ ഞാൻ ഓർത്ത് അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായത്. ഒരു ആംഗിൾ പോലും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയും ഇൻവോൾവ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ ദുബായിലായിരുന്ന സമയത്ത്, അപ്പോൾ അച്ഛൻ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിനൊന്നും നാട്ടിലുണ്ടാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ ഫെസ്റ്റിവൽസിൽ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് രതിയേട്ടനാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും വിഷു പടക്കം പൊട്ടിക്കുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് രതിയേട്ടനെ ഭയങ്കര ഓർമ്മയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അച്ഛൻ നാട്ടിലില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും നമുക്ക് ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. കസിൻസ് ആണെങ്കിലും അമ്മയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും 2 കമ്പിത്തിരിയെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ വിഷു ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. അതായത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന കാര്യം, എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ ആ ഒരു ഫുള്ളസ്റ്റ് ആയിട്ട് നമുക്ക് പറ്റുന്നത് പോലെ അത് എൻജോയ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഓർമ്മകൾ മാത്രമേ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവൂ അല്ലേ. കുറേ നാൾ കഴിഞ്ഞ് ഇതൊക്കെയല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ ആഘോഷമാണെങ്കിലും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരും കൂടി അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ആഘോഷിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓണം, വിഷു, തെയ്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഏത് നാട്ടിലാണെങ്കിലും എൻ്റെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പം വിഷു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.